ഹലോ മക്കളെ, സ്മാർട്ട് ടോപ്പറിൻ്റെ യൂട്യൂബ് വീഡിയോ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള ഡയമെൻഷനെ കുറിച്ചാണ്. ഡയമെൻഷൻ എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്, ഡയമെൻഷൻ ഫോർമുല എന്താണ്, ഡയമെൻഷൻ ഇക്വേഷൻ എന്താണ്, എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അത് റിലേറ്റ് ചെയ്തിട്ട് കീമിന് മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നോക്കാം. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ പേരിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമുക്ക് 7 ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതാണ് 7 ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു 7 ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ പേരിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമെൻഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നോക്കുക, എങ്ങനെയാണ് ഒരു നമ്മളെ ബേസ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുക. മാസിനെ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ എം, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ എം വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, അത് മാസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മാസ് എന്നിട്ടുള്ള ക്വാണ്ടിറ്റി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ എൽ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ എൽ. ടൈം ആണെങ്കിൽ ക്യാപിറ്റൽ ടി. ഇലക്ട്രിക് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കെ. ഓക്കെ, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്മോൾ സി ഡി. ഓക്കെ, നമ്മളെ യൂണിറ്റ് ആണ് ക്യാൻഡില എന്നുള്ളത്, സോ സി ഡി. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മോൾ എന്ന് എഴുതി കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഡയമെൻഷനായി. സോ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ബേസ് ക്വാണ്ടിറ്റീനെ നമ്മൾ ഡയമെൻഷനാക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡയമെൻഷൻസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് the base quantities are raised to represent that quantity. ഒരു ക്വാണ്ടിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ബേസ് ക്വാണ്ടിറ്റി, ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റീസ് ആണ്, എത്രത്തോളം പവറിലാണ് അവരൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാനാണ് നമ്മൾ ഡയമെൻഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ദ വോളിയം ഒക്കുപൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ക്യൂബോയിഡ് എന്തെങ്കിലും എടുക്കുകയാണെന്ന് വിചാരിച്ചോ. സോ ദിസ് ഈസ് എ ക്യൂബോയിഡ്. ഓക്കെ, ഇതിന് ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും. ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, ഇത് ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം കിട്ടുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വോളിയം കിട്ടുക. ഇനി നമ്മൾ അതിനെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ വോളിയത്തിൻ്റെ ഡയമെൻഷനെ ക്യാപിറ്റൽ വി എന്ന് എഴുതിയിട്ട് അതിനെ സ്ക്വയർ ബ്രാക്കറ്റിലാക്കി. ഇപ്പോൾ എന്താണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വോളിയത്തിൻ്റെ ഡയമെൻഷനാണ്. ഓക്കെ, വോളിയത്തിൻ്റെ ഡയമെൻഷന് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് എന്ത് വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്, ഒരു നമ്മളെ ദാറ്റ്സ് ബേസിക്കലി ലെങ്ത് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, അതും ലെങ്ത് തന്നെയാണ് അല്ലേ. തിക്നെസ് ആണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണ്, ലെങ്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ 3 ലെങ്ത് കൂടുമ്പോഴാണ് ആക്ച്വലി എന്ത്, 3 ലെങ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് വോളിയം കിട്ടുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഒറ്റന്നായിട്ട് നമുക്ക് ഇങ്ങനെ എൽ ക്യൂബായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ക്യൂബാണ്. ഇനി നമ്മൾ സിമ്പിളായിട്ട് അതിനെ യൂഷ്വലി നമ്മൾ എം എൽ ടി 3 ബേസ് ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് അധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ മാസിനും അതുപോലെ ടൈമിനൊന്നും റോളില്ല വോളിയത്തിൻ്റെ കേസിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഇത് m⁻0 l⁻3 t⁻0 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് എമ്മിനും ടിക്കും റോളില്ല, ലെങ്ത്തിന് മാത്രമേ റോളുള്ളത്. അത് നമുക്ക് എങ്ങനെ പറയാം, വോളിയം ഹാസ് 0 ഡയമെൻഷൻ ഇൻ മാസ്, മാസിൽ ഡയമെൻഷൻ ഒന്നുമില്ല. 0 ഡയമെൻഷൻ ഇൻ ടൈം, ടൈമിലും ഡയമെൻഷൻ ഇല്ല. അതുപോലെ ബട്ട് ദർ ആർ 3 ഡയമെൻഷൻസ് ഇൻ ലെങ്ത്, ലെങ്ത്തിൽ 3 ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ എൽ ക്യൂബായിട്ടാണ് വോളിയത്തിൻ്റെ ഡയമെൻഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. സോ വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇനി എന്താണ് ഡയമെൻഷണൽ ഫോർമുല, അതുപോലെ എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, ദ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ഹൗ ആൻഡ് വിച്ച് ഓഫ് ദ ബേസ് ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഡയമെൻഷണൽ ഫോർമുല. ഇപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. m⁻0 l⁻3 t⁻0. ഇത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇത് ഡയമെൻഷണൽ ഫോർമുലയാണ്.
സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. ഇനി ഇതിനെ നമ്മളൊരു ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു, ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു m⁻0 L⁻3 T⁻0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എന്തായി? ഇതൊരു ഡയമെൻഷണൽ ഇക്വേഷനായി. ജസ്റ്റ് ഒരു ഫോർമുല ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല. അതിനെ ഇക്വേറ്റ് ചെയ്യാണ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറി? ഡയമെൻഷണൽ ഇക്വേഷൻ ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. സോ വി വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കിട്ടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് വെലോസിറ്റി. ഞാനിവിടെ ഫസ്റ്റ് വൺ ആണ് കാണാൻ പോകുന്നത്, വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെലോസിറ്റിനെ സ്മോൾ വി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്. അതിൻ്റെ ഡയമെൻഷൻ ഞാൻ അതിനെ സ്ക്വയർ ബ്രാക്കറ്റിലോട്ടാക്കി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ലെങ്ത് അല്ലേ. അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ എൽ ഇൻസൈഡ് ദി സ്ക്വയർ ബ്രാക്കറ്റ് ഡിവൈഡ് ബൈ ടൈം ഈസ് നത്തിങ് ബട്ട് ദ ടൈം അല്ലേ, ക്യാപിറ്റൽ ടി. ഇപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ടീനെ ഞാൻ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ L⁻⁻1 എന്നുണ്ടാവും. സോ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? L⁻⁻1 ആണ്. അപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമതാരാണ്? സോ ഇറ്റ് ഈസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആയിട്ട് എഴുതാം അല്ലേ. നമുക്ക് വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആയിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്തായിരിക്കും? വെലോസിറ്റിയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് എഴുതാം. L⁻⁻1 ആണ് വെലോസിറ്റിയുടേത്, ഡിവൈഡഡ് ബൈ ഒരു ടൈം കൂടി ഉണ്ടാവും. സോ എഗെയിൻ ഒരു ടി ഉണ്ടാവും ഇവിടെ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അതിനെയും ടീനെയും ഈ ഡിനോമിനേറ്ററിലുള്ള ടീനെയും മുകളിലോട്ട് കൊണ്ടുവരാണ്. സോ ഇറ്റ് വിൽ ബി L⁻⁻2. സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് L⁻⁻2 ആണ്. റെഡി അല്ലേ? അതായി. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷൻ ഫോർമുല ചെയ്താൽ മാസിൻ്റെ നമുക്കറിയാം ക്യാപിറ്റൽ എം ആണ്, ഇൻറ്റു ആക്സിലറേഷൻ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് L⁻⁻2 ആണ്. L⁻⁻2. അപ്പോൾ ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ mL⁻⁻2 ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല. സിമ്പിൾ അല്ലേ? ഇനി അടുത്തതാരാണ്? മൊമെൻറ്റം. സോ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? മൊമെൻറ്റം എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു mv ആണ് അല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ മൊമെൻറ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് സ്മോൾ ലെറ്റർ p വെച്ചിട്ടാണ്. മാസിൻ്റെത് ക്യാപിറ്റൽ M ആണ്, ഇൻറ്റു വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് L⁻⁻1 ആണ്. L⁻⁻1. സോ കമ്പൈൻ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ mL⁻⁻1 ആണ് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. റെഡി ആണല്ലോ. ഇനി ആരാ അടുത്തുള്ളത്? അടുത്തതാരാ? കൈനറ്റിക് എനർജി. സോ ഈസ് കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് Ke ഈസ് ഈക്വൽ ടു ½ mv² അല്ലേ. ½ mv². അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല എന്തായിരിക്കും? ഹാഫ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് m ആണ് ഒന്ന്. സോ ഒന്ന് m ആണ്, ഇൻറ്റു v² ആണ്. വീൻ്റെത് L⁻⁻1 ആണ്. L⁻⁻1 ആണ്. ഒരു സ്ക്വയർ ഉണ്ടാവും. സോ അത് m ഉണ്ടാവും ഇവിടെ. കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോൾ L⁻2 എന്ന് പറഞ്ഞാൽ L² വരും. ദെൻ T⁻⁻1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ T⁻⁻2 വരും. സോ mL² T⁻⁻2 ആണ് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. mL² T⁻⁻2. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ആരാണ്? സോ കൈനറ്റിക് എനർജി ഈസ് ഡൺ. ഇനി ആരാണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ആക്ച്വലി എന്താണ്?
എം മാസ് പെർ ലെങ്ത് ആണ്. ഞാൻ അതിന് ജസ്റ്റ് മ്യൂ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. മാസിൻ്റെത് ക്യാപിറ്റൽ എം ആണ്, ലെങ്ത്തിൻ്റെത് ക്യാപിറ്റൽ എൽ ആണ്. ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോൾ എം എൽ റേസ് ടു -1 വരും. എം എൽ റേസ് ടു -1 വരും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. സോ ഇത്രയും 5 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കാണുക. ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ടേമിൽ എല്ലാവരെയും ആക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. സോ അടുത്തത് നമുക്ക് പറയാനുള്ളത്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഉണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ. അതിന് എക്സാമ്പിൾ ആണ് സ്ട്രെയിനും അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റിയും. സ്ട്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. രണ്ടും എന്തുതന്നെയാണ്? രണ്ടും ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. ഓക്കെ. ഇതിനെന്താണ്? ഡയമെൻഷനും ഉണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടറിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. രണ്ടും മുകളിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നത് ഡെൻസിറ്റിയുടെ ടേമാണ്. ആ രണ്ട് ഡയമെൻഷൻ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ് സ്ട്രെയിനും റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ളത്. അതുപോലെ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സ് ഉണ്ടാവും, പക്ഷേ ഡയമെൻഷൻ ഉണ്ടാവില്ല. അതിൽ പെട്ടതാണ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ. നമുക്കറിയാം പ്ലെയിൻ ആംഗിളൊക്കെ നമ്മൾ റാഡ് എന്ന യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത്, എക്സ്പ്രസ് ചെയ്യാറുള്ളത്. സോളിഡ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെറേഡിയം വെച്ചിട്ടാണ് നമ്മളത് പറയാറുള്ളത്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും റേഡിയം വെച്ചിട്ടാണ് പറയുന്നത് ആക്ച്വലി. പക്ഷേ ഇതിനൊന്നും എന്തില്ല, ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. പ്ലെയിൻ ആംഗിൾ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ആ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും എന്തുതന്നെയാണ്? രണ്ടും ലെങ്ത് ആണ്. അതുകൊണ്ട് ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. പക്ഷേ ഇതിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതൊക്കെ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രീവിയസ് കീം റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. 2024 കീം 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ചൂസ് ദ ഇൻകറക്റ്റ് ഡയമെൻഷൻസ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്ന് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആക്ച്വലി പി ഈസ് ഈക്വൽ ടു എം വി ആണ് അല്ലേ. എം വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, എം എൽ ടി റേസ് ടു -1. അപ്പോൾ അത് കറക്റ്റാ അല്ലേ? നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ഡയമെൻഷൻ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ അത് കറക്റ്റ് ഡയമെൻഷൻ ആണ്. ഓക്കെ. ഇനി ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എൽ ഇസ് ഈക്വൽ ടു എം വി ആർ എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യാറുള്ളത്. അഗെയിൻ എം ഉണ്ട് ഇൻറ്റു എൽ ടി റേസ് ടു -1 ആണ് വെലോസിറ്റിയുടേത്. എഗെയിൻ എൽ ആണ് ആറിൻ്റെത്. ഓക്കെ. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ് നമുക്ക് കിട്ടുക. അതും എന്തുതന്നെയാണ്? കറക്റ്റാണ്. അതും കറക്റ്റാണ്. ഇനി അടുത്തത് ആരാ? സോ ഇതാണ് ഓപ്ഷൻ എ, ഇതാണ് ഓപ്ഷൻ ബി. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് സി ഒന്ന് നോക്കാം അല്ലേ. സി എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി സ്പീഡിൻ്റെ അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും വെലോസിറ്റിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ വെലോസിറ്റിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് ആർക്കും ഉണ്ടാവുക? സ്പീഡിന് ഉണ്ടാവുക. ഇത് ആക്ച്വലി എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു എൽ ടി റേസ് ടു -1. ബട്ട് സ്പീഡ് ഓഫ് ലൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? എം റേസ് ടു 0, എൽ ടി റേസ് ടു -2 ആണ് കൊടുത്തിട്ടുള്ളത്. സോ അത് എന്താണ്? ഇൻകറക്റ്റ് ഡയമെൻഷൻ ആണ്. നമ്മളെ കേസിൽ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ള ഇനി നോക്കേണ്ട ആവശ്യമില്ല. കൈനറ്റിക് എനർജി നമ്മൾ ഓൾറെഡി കണ്ടു, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ് കൈനറ്റിക് എനർജിൻ്റെ ഡയമെൻഷൻ. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നതും എന്താ പറയുക, ടി റേസ് ടു -1 ആണ് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ എന്താണ് വരിക? വെലോസിറ്റിയുടെ അതേ ഡയമെൻഷനാണ് വരേണ്ടത്. എൽ ടി റേസ് ടു -1 ആണ് വരേണ്ടത്. ഇവിടെ വന്നിട്ടുള്ളത് എൽ ടി റേസ് ടു -2 ആണ്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷനാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ. ഇനി അടുത്തത് ദ ഡയമെൻഷൻസ് ഓഫ് ദ ടോർക്ക് ഈസ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ടോർക്ക് കാണുള്ളത്. അപ്പോൾ ടോർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഇൻറ്റു ഒരു ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ എന്താ? നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോഴ്സിൻ്റെ എം എൽ ടി റേസ് ടു -2 ആണ്. എം എൽ ടി റേസ് ടു -2 ആണ്. സോ അത് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം. എം എൽ ടി റേസ് ടു -2 ആണ് ഫോഴ്സിൻ്റെത്. ഇൻറ്റു ഒരു എൽ ഉണ്ടാവും അല്ലേ. ഇൻറ്റു ഒരു എൽ ഉണ്ടാവും. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ് ഇതിൻ്റെ
ടോർക്കിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ നോക്കാം എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. യാ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്. ഇതും കീം 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കണം, ദ ഡയമെൻഷൻസ് ഓഫ് എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആർ. ഓക്കെ, 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം എപ്സിലോൺ 0 എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. നമുക്കറിയാം രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. 1/4 എപ്സിലോൺ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. Q1 Q2 എന്താണ്, ചാർജസ് ആണ്. ആർ എന്ന് പറയുന്നത് അവർക്കിടയിലെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ. ചാർജ് ഡിവൈഡ് ബൈ ടൈം ആണ്, അഥവാ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, നമുക്ക് ബേസ് ക്വാണ്ടിറ്റീസിൽ ഉൾപ്പെട്ട ഒന്നാണ് ആര്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജിൻ്റെ ഡയമെൻഷൻ ആദ്യം കണ്ടെത്തണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ടാക്കി. ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി ആണ് നമ്മളുടെ ഇക്വേഷൻ. ഐൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആയിരുന്നു, ഇൻറ്റു പിന്നെ ഐ ടി അല്ലേ, ടൈം ഈസ് ആക്ച്വലി ക്യാപിറ്റൽ ടി. അപ്പോൾ ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എ ടി ആണ്, എ ടി. ഓക്കെ, ഇത് നമ്മളെ മൈൻഡിൽ വേണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എപ്സിലോൺ 0ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്തിട്ട് എപ്സിലോൺ 0ൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണെങ്കിൽ എപ്സിലോൺ 0 എന്തായിരിക്കും, എപ്സിലോൺ 0 എന്ന് പറയുന്നത് 1/4 എഫ് Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. 1/4 എഫ് Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഞാൻ ഇതിൻ്റെ ബാക്കി ഈ സ്ലൈഡിൽ ചെയ്യുന്നുണ്ട്. സോ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 1/4 എഫ് Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എപ്സിലോൺ 0ൻ്റെ ഡയമെൻഷൻ എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പോവാണ്. 1/4 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ന്യൂമറേറ്റർ ഉള്ളത് ഒന്ന് Q1 Q2 ആണ്. Q1നും Q2 രണ്ടും ചാർജ് തന്നെ ആയതുകൊണ്ട് രണ്ടിൻ്റെ ഡയമെൻഷൻ എന്താണ്, എ ടി ആണ് അല്ലേ. അപ്പോൾ Q1 എ ടി ആണ്, Q2 എന്താണ്, എ ടി ആണ്. റെഡി അല്ലേ. ഡിവൈഡഡ് ബൈ 1/4 എന്ന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ബാക്കി ആരാ, എഫ് ഉള്ളത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ MLT റേസ് ടു -2 ആണ് അല്ലേ. അപ്പോൾ MLT റേസ് ടു -2 ഉണ്ട്, ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ മാസിന് കൺസിഡർ ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഒരൊറ്റ മാസാണല്ലേ, ഒരു ഒറ്റ പവറിലാണ് മാസ് ഉള്ളത്. സോ അതിനെ ഞാൻ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ m⁻1 വരും. ഇനി അടുത്തത് എല്ലിന് കൺസിഡർ ചെയ്യാണ്. സോ ലെങ്ത് ഇവിടെ MLT റേസ് ടു -2 ഒരു എൽ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എൽ സ്ക്വയർ ഉണ്ട്. സോ ഡിനോമിനേറ്ററിൽ ടോട്ടൽ എൽ ക്യൂബ് വരും. അതിനെ ന്യൂമറേറ്ററിലോട്ട് എടുക്കുമ്പോൾ l⁻³ എന്ന് വരും. ഓക്കെ ആണല്ലോ, l⁻³ വരും. ഇനി ടൈം ഓൾറെഡി ന്യൂമറേറ്ററിൽ രണ്ട് പവറിൽ ടൈം ഉണ്ട്, ടി ഇവിടെ ടി ഉണ്ട്. സോ ടോട്ടൽ ടി സ്ക്വയർ വരും. താഴെ t⁻² ഉണ്ട്. അപ്പോൾ അതിനെ ന്യൂമറേറ്ററിലോട്ട് എടുക്കുമ്പോൾ t⁻² + 2 എന്ന് വരും. സോ t⁻4 എന്ന് വരും, t⁻4. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ആരാണ്, എൻ്റെ ടേം ആണ് അല്ലേ. ഇവിടെ ഒരു എ ഉണ്ട്, സോ ഇറ്റ് വിൽ ബി a². സോ m⁻1 l⁻−3 t⁻4 a² എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. m⁻1 l⁻−3 t⁻4 a². യാ, ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ എങ്ങനെയാണ് ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കീം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോ ലെക്ചേഴ്സും അതുപോലെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അവൈലബിൾ ആണ്. സോ മാക്സിമം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട്
അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും പ്ലേ സ്റ്റോർ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. സോ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങി നല്ല റാങ്ക് നേടാൻ ശ്രമിക്കുക എല്ലാവരും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.